ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ചിക്കൻ ടാക്കോസ് ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. നമുക്കിത് സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായി ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/3 കപ്പ് മിൽക്ക് പൗഡർ, 1/3 കപ്പ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ സാൾട്ട്, 1 ടീസ്പൂൺ ഷുഗർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഞാനിവിടെ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. എത്രത്തോളം നന്നായിട്ട് കുഴക്കാൻ പറ്റുന്നോ അത്രത്തോളം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഞാനിവിടെ നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒന്ന് തൂവി കൊടുക്കാം. ഇനി ഇതൊന്ന് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർക്കാം. അതിനായി 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 2 ടേബിൾ സ്പൂൺ ഓയിൽ, കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി മാവൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ മാവ് കുഴച്ച് വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും ഒരടുപ്പ് വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല. ഞാനിത് 2 രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. പൂരിയുടെ വലിപ്പത്തിലും ചപ്പാത്തിയുടെ വലിപ്പത്തിലും പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം.
ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊങ്ങി വരാൻ ചെറുതായിട്ടിങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ ചപ്പാത്തി പോലെ ഒരുപാട് പൊങ്ങി വരികയൊന്നും ചെയ്യില്ല. ചെറുതായിട്ട് മാത്രമാണ് പൊങ്ങി വരത്തുള്ളൂ. അങ്ങനെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് എടുക്കാം. ഇനി ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. മസാല ചിക്കൻ സ്പൈസസ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ചിക്കനൊന്ന് നന്നായി ഫ്രൈ ആയിട്ട് വരട്ടെ. ചിക്കൻ വേവാൻ ഇതിലെ വെള്ളം മാത്രം മതി. ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലെ വെള്ളം പുറത്തേക്ക് വരും. ആ വെള്ളത്തിൽ തന്നെ ഈ ചിക്കൻ വെന്ത് കിട്ടിക്കോളും. ഞാനിതൊന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ കക്കിരി, തക്കാളി, സവാള, മല്ലിയില ഇവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, ഒരു ഹാഫ് മുറി ലെമൺ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിവിടെ മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് എല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ പാപ്രിക്ക പൗഡർ, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നീട് ചീസ് കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് ബട്ടറിലിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. നമ്മളിത് മൊരിയിച്ചെടുക്കുന്ന സമയത്ത് ഇതിലെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് ഇതൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് സാലഡും മയോണൈസും ഇട്ട് കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ 2 രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ചപ്പാത്തി വലിപ്പത്തിൽ പരത്തിയ ടോർട്ടില്ലയാണ്. പിന്നെ അതിലേക്ക് മയോണൈസ്, സാലഡും ചിക്കനൊക്കെ വെച്ച് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുകൂടി ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ടാക്കോസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.